ഹായ്, ജംബു കോസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നമ്മുടെ കഴിഞ്ഞ 2 ക്ലാസ്സുകളായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്ന ആക്സസ് ലിസ്റ്റ് എന്ന് പറയുന്ന ഒരു ടോപ്പിക് ആയിരുന്നു. അതിൽ നമ്മൾ ആദ്യം ആക്സസ് ലിസ്റ്റ് എന്താന്ന് നോക്കിയിരുന്നു. ലാസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ എങ്ങനെയാണ് ഒരു സ്റ്റാൻഡേർഡ് ആക്സസ് ലിസ്റ്റ് ഉപയോഗിച്ചിട്ട് ഒരു നെറ്റ്വർക്കിനെ വേറൊരു നെറ്റ്വർക്കിൽ നിന്ന് ബ്ലോക്ക് ആക്കുക എന്നുള്ള കാര്യം നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നു. അപ്പോൾ നമ്മൾ ഇന്ന് അതിന്റെ തുടർച്ചയായിട്ട് ഇന്നത്തെ ക്ലാസ്സിൽ ഒരു പി സികളെ അല്ലെങ്കിൽ ഒന്നോ രണ്ടോ പി സിനെ മാത്രം ഒരു നെറ്റ്വർക്കിൽ നിന്ന് എങ്ങനെയാണ് ബ്ലോക്ക് ചെയ്യുക എന്നുള്ള കാര്യമാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. നമ്മുടെ വീഡിയോയിൽ CCNA വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരുപാട് പേര് ചോദിക്കുന്ന കാര്യമാണ് നമ്മുടെ ഈ കോഴ്സ് എത്ര ഉണ്ടാകും എന്നുള്ള കാര്യം. അപ്പോൾ ഞാൻ ഓൾറെഡി ഈ ഒരു കോഴ്സ് ഞാൻ നിങ്ങൾക്ക് ഇതിൻ്റെ PDF ഷെയർ ചെയ്തിട്ടുണ്ടാവും. നമുക്ക് ഏകദേശം 1000 പേജോളം വരുന്ന 2 വലിയ ബുക്കാണുള്ളത്. ഈ ബുക്കിലാണ് നിങ്ങൾക്ക് CCNA പഠിക്കാനുള്ളത്. നമ്മളൊരു ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ടിലൊക്കെ പോയി കഴിഞ്ഞാൽ പല ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ടിലും ഇതിൻ്റെ കോഴ്സ് ഡ്യൂറേഷൻ പലതായിരിക്കും. എന്നാലും ഞാൻ നോർമലായിട്ട് പറയുകയാണെങ്കിൽ നിങ്ങൾ ഒരു ദിവസം ഒരു 3 ഹവറാണ് നിങ്ങളൊരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പോയിട്ട് ട്രെയിൻ ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്ക് ഏകദേശം ഒരു 3 മാസം കൊണ്ടാണ് നമ്മുടെ ഈ ഒരു കോഴ്സ് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് പറ്റും. ഇനി നിങ്ങൾ 1.5 മണിക്കൂർ അല്ലെങ്കിൽ 2 മണിക്കൂറാണ് നിങ്ങൾ ഒരിടത്ത് ഇരിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് ഈ സിലബസ് കംപ്ലീറ്റ് ചെയ്യാൻ ഏകദേശം ഒരു 6 മാസം നിങ്ങൾക്ക് എടുക്കും. അപ്പം നമ്മുടെ ഈ ഒരു വീഡിയോ ഇപ്പം ഏകദേശം ഒരു 50ഓളം ക്ലാസ്സുകളായി. ഞാനൊരു ഏകദേശം ഒരു 3 മാസം കൊണ്ട് ഡെയിലി വീഡിയോസ് അപ്ലോഡ് ചെയ്തിട്ട് ഏകദേശം ഒരു 3 മാസം കൊണ്ട് ക്ലാസ് കംപ്ലീറ്റ് ചെയ്യാനാണ് ഞാൻ ശ്രമിക്കുന്നത്. ഓക്കെ, അപ്പോൾ അത്രയാണ് നമ്മുടെ ഈ കോഴ്സിനെ കുറിച്ച് പറയാനുള്ളത്. പിന്നെ നമ്മുടെ സെർവറിൻ്റെ ക്ലാസ് നമ്മുടെ ഈ ഒരു ചാനലിൽ തന്നെ നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. സെർവർ പഠിക്കാൻ താല്പര്യമുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ അതൊന്ന് ചെക്ക് ചെയ്ത് നോക്കുക. സെർവർ കൂടി പഠിക്കുന്നത് നിങ്ങൾക്ക് നന്നായിരിക്കും. അപ്പോൾ നമുക്ക് നേരെ നമ്മുടെ ക്ലാസ്സിലോട്ട് കിടക്കാം. അപ്പോൾ സ്റ്റാൻഡേർഡ് ആക്സസ് ലിസ്റ്റ് നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം ചെയ്തു വെച്ചിട്ടുള്ള ലാബ് നമുക്കത് അവിടെ ഉണ്ട്. ഈ ലാബിൽ ഞാൻ ഒന്ന് ചെക്ക് ചെയ്ത് കാണിച്ചു തരാം എന്തെങ്കിലുമൊക്കെ ടോപ്പിക്കുകൾ. ഇപ്പോൾ ഷോ സ്റ്റാർട്ടപ്പ് കോൺഫിഗ് അടിച്ചാൽ നമ്മൾ ചെയ്തു വെച്ചിട്ടുള്ള ലാബും കാര്യങ്ങളൊക്കെ നമുക്ക് കാണാൻ പറ്റും. ഇതിലിപ്പോൾ ഇവിടെ ഒരു ആക്സസ് ഗ്രൂപ്പ് ഇത് അവിടെ കിടക്കുന്നുണ്ട്. ഇത് അല്ലേ, ഒരു IP ആക്സസ് ഗ്രൂപ്പ് ബ്ലോക്ക് എന്ന് പറഞ്ഞിട്ട് താഴത്തോട്ട് വന്നു കഴിഞ്ഞാൽ നമ്മൾ ക്രിയേറ്റ് ചെയ്ത ആക്സസ് ലിസ്റ്റ് കാണാൻ പറ്റും. പക്ഷെ ഇവിടെ ആക്സസ് ലിസ്റ്റ് ഒന്നും ക്രിയേറ്റ് ചെയ്തിട്ടില്ല. പക്ഷെ ഒരു ആക്സസ് ഗ്രൂപ്പ് നമ്മൾ ക്രിയേറ്റ് ചെയ്തൊരു ആക്സസ് ഗ്രൂപ്പ് ഇവിടെ അപ്ലൈ ചെയ്ത് കിടക്കുന്നുണ്ട്. ഇവിടെയും കിടക്കുന്നുണ്ട്. അതെന്താ സംഭവിച്ചതെന്ന് അറിയോ? അപ്പം എങ്ങനെ ആക്സസ് ലിസ്റ്റ് നമ്മൾ ചെയ്യാം? ആദ്യം നമ്മൾ ഒരു ആക്സസ് ലിസ്റ്റ് ക്രിയേറ്റ് ചെയ്യണം. ആ ക്രിയേറ്റ് ചെയ്ത ആക്സസ് ലിസ്റ്റ് നമ്മൾ എന്ത് ചെയ്യുന്നു? അപ്ലൈ ചെയ്യാം അല്ലേ? ക്രിയേറ്റ് ചെയ്തത് ഇന്റർഫേസിന്റെ അകത്ത് കയറി അപ്ലൈ ചെയ്യും. ഞാനിപ്പോൾ റിമൂവ് ചെയ്ത സമയത്തേ ഞാൻ ഇന്റർഫേസിന്റെ അകത്ത് അപ്ലൈ ചെയ്തതില്ലേ, അത് റിമൂവ് ചെയ്തിട്ടില്ല. ഞാൻ ആ ക്രിയേറ്റ് ചെയ്ത ആക്സസ് ലിസ്റ്റ് ആണ് എന്ത് ചെയ്തത്? റിമൂവ് ചെയ്തത്. ആദ്യം നമ്മൾ ആക്സസ് ലിസ്റ്റ് ക്രിയേറ്റ് ചെയ്യുന്നു. ക്രിയേറ്റ് ചെയ്ത ആക്സസ് ലിസ്റ്റ് നമ്മൾ ഇന്റർഫേസിന്റെ അകത്ത് എന്ത് ചെയ്യുന്നു? അപ്ലൈ ചെയ്യുന്നു. ഓക്കെ, ഇനി ഞാൻ ഇന്റർഫേസിന്റെ അകത്ത് അപ്ലൈ ചെയ്ത് റിമൂവ് ചെയ്യുന്നു. അപ്പൊ ആക്സസ് ലിസ്റ്റ് അവിടെ തന്നെ ഉണ്ടാവുമല്ലോ. എവിടെ? റൂട്ടറിൽ തന്നെ ഉണ്ടാവും. പിന്നെ ഞാൻ വീണ്ടും എടുത്ത് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ വർക്കാവും. അപ്ലൈ ചെയ്യാതിട്ട് കഴിഞ്ഞാൽ അതാവും. അപ്പൊ ഞാൻ എന്ത് ചെയ്തു? ഒരു ആക്സസ് ലിസ്റ്റ് ക്രിയേറ്റ് ചെയ്തിരുന്നു. ക്രിയേറ്റ് ചെയ്തിട്ട് ആക്സസ് ലിസ്റ്റ് അപ്ലൈ ചെയ്തു. ഇന്റർഫേസിന് അപ്ലൈ ചെയ്തിട്ട് ആ അപ്ലൈ ചെയ്തത് കളയാതെ ഈ ഉണ്ടാക്കിയ ആക്സസ് ലിസ്റ്റ് ഇല്ലേ, അത് കളഞ്ഞു. അതുകൊണ്ട് ഇതിലിപ്പോൾ ആക്സസ് ലിസ്റ്റ് ഇല്ല. താഴത്തോട്ട് വന്ന് ആക്സസ് ലിസ്റ്റ് അല്ലെങ്കിൽ റൂട്ടിങ്ങിന്റെ താഴെയാണ് കാണിക്കേണ്ടത്. ആക്സസ് ലിസ്റ്റ് ഇല്ല, പക്ഷെ അപ്ലൈ ചെയ്തത് അവിടെ ഉണ്ട്. അപ്ലൈ ചെയ്ത് നമുക്ക് റിമൂവ് ചെയ്യാം. എന്താ ചെയ്യേണ്ടത്? ഈ ഒരു പേര് നമുക്ക് ഓർമ്മ വേണേ. IP ആക്സസ് ഗ്രൂപ്പ്, അതാണ് എൻ്റെ പേര്. ഞാനത് അവിടെ നിന്ന് കോപ്പി ചെയ്തെടുത്തിട്ടുണ്ട്. റിമൂവ് ചെയ്യാൻ എളുപ്പത്തിനാണ്. ഏത് ഇന്റർഫേസിലാണ്? ജിഗാബിറ്റ് 0/0 കയറുക. കോൺഫിഗർ ടെർമിനൽ ഇന്റർഫേസ് ജിഗാബിറ്റ് 0/0 നോ ചേർത്തിട്ട് അതടിക്കുക. സേവ് ചെയ്യാം. ഇനി വീണ്ടും കോൺഫിഗർ ടെർമിനൽ ഇന്റർഫേസ് ജിഗാബിറ്റ് 0/1. അതിനകത്ത് ഒന്നുണ്ട്. അതിനകത്ത് ഉള്ളത് ഇതവിടെ. ഇത് ഇവിടുന്ന് കോപ്പി ചെയ്യാം. അപ്പൊ ഇതുകൂടി നമുക്ക് റിമൂവ് ചെയ്യണം. ഇത് ഞാൻ ഇവിടുന്ന് കോപ്പി ചെയ്തു. എന്നിട്ട് ഇവിടെ നോ എടുത്തു, അത് പേസ്റ്റ് ചെയ്തു. അപ്പം അതും പോയി. ഇനി നിങ്ങൾക്ക് ഷോ സ്റ്റാർട്ടപ്പ് കോൺഫിഗ് അടിച്ചാൽ അതുണ്ടാവില്ല. അത് ഞാനേ നിങ്ങൾക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് ക്ലാസ്സിന് വേണ്ടിയിട്ട് ഞാൻ ക്ലാസ് റെക്കോർഡ് ചെയ്തതാണ്. ക്ലാസ് റെക്കോർഡ് ചെയ്തിട്ട് ലാസ്റ്റ് അത്
റെക്കോർഡ് സ്റ്റോപ്പ് ചെയ്തപ്പോൾ റെക്കോർഡ് ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ വീണ്ടും ഇപ്പോൾ ഒന്നും കൂടെ റെക്കോർഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആ സമയത്ത് ഞാൻ കഴിഞ്ഞ ലാബ് ചെയ്തത് നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടി ചെയ്തിട്ടുള്ള ആക്സ് ലിസ്റ്റ് ആയിരുന്നു അത്. ഇപ്പോൾ ഞാൻ അതിന് രണ്ടും കളഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ജിഗാബിറ്റ് 0/0യിൽ IP മാത്രമേ ഉള്ളൂ, ആക്സ് ലിസ്റ്റ് ഇല്ല. അപ്പോൾ നേരത്തെ അതുണ്ടായിരുന്നു. ഇവിടെ നിങ്ങൾക്ക് മുകളിലോട്ട് പോയി നോക്കി കഴിഞ്ഞാൽ അറിയാൻ പറ്റും. ഇതാ ഈ സാധനം ഇപ്പം ഇല്ലല്ലോ, അത് നമ്മളിപ്പോൾ റിമൂവ് ചെയ്തു. ഞാൻ ആക്സസ് ലിസ്റ്റ് കളഞ്ഞിട്ടുണ്ടായിരുന്നു, ഇൻ്റർഫേസിൽ എൻ്റർ ചെയ്ത് കൊടുത്ത് കളഞ്ഞില്ലായിരുന്നു. അപ്പോഴും വർക്കാവൊന്നുമില്ല കേട്ടോ, കാരണം ആക്സസ് ലിസ്റ്റ് മൊത്തത്തിൽ കളഞ്ഞില്ലേ, പിന്നെ അത് ഇൻ്റർഫേസിന് അപ്ലൈ ചെയ്ത് കൊടുത്തിട്ട് വലിയ കാര്യമുണ്ടോ, വർക്കാവില്ല. അപ്പോൾ നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നതേ നമ്മൾ സിംഗിൾ ഹോസ്റ്റ് ബ്ലോക്കിംഗ് ആണ്. സിംഗിൾ ഹോസ്റ്റ് ബ്ലോക്കിംഗ് എന്ന് വെച്ചാൽ PC-കളെ മാത്രം ബ്ലോക്ക് ചെയ്യാം. ഓക്കെ, ഇപ്പം ഞാൻ 10.0.2-ന് 40 എന്ന് പറയുന്ന നെറ്റ്വർക്കുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യരുത്. അപ്പോൾ 10.0.2 എന്ന് പറയുന്ന PC 40-ലിരിക്കുന്ന ഒരു PC ആയിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യില്ല. 40 എന്ന് പറയുന്ന നെറ്റ്വർക്കിലോട്ട് 10.0.2-ന്റെ കമ്മ്യൂണിക്കേഷൻ നമ്മൾ നിർത്താൻ പോവാണ്. അപ്പോൾ 10.0.1 അതേപോലെ 20.0.1 20.0.2 ആ നെറ്റ്വർക്കിലിരിക്കുന്ന മറ്റെല്ലാ PC-കളും 40-ആയിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യും. 10.0.2 മാത്രം കമ്മ്യൂണിക്കേറ്റ് ചെയ്യില്ല. അതിനാണ് സിംഗിൾ ഹോസ്റ്റ് ബ്ലോക്കിംഗ് എന്ന് വിളിക്കുക. ഒരു PC-നെ മാത്രം ഒരു എൻറ്റയർ നെറ്റ്വർക്ക് നിന്ന് ബ്ലോക്ക് ചെയ്യുക. ഇപ്പൊ കമ്മ്യൂണിക്കേഷൻ നടക്കണ്ടോ എന്ന് ചെക്ക് ചെയ്ത് നോക്കാം. പിങ് സ്പേസ് 40.0.1 40.0.1 പിങ് കിട്ടുന്നുണ്ട്. ഇനി നമുക്ക് പിങ് സ്പേസ് 40.0.2 നോക്കാം. 40.0.2 പിങ് ആവുന്നുണ്ടോ നോക്കാം. 40.0.2 പിങ് ആവുന്നുണ്ട്. അപ്പൊ ഇപ്പൊ 10 എന്ന് പറയുന്ന PC 40-ലിരിക്കുന്ന എല്ലാ PC-കളുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് ഡൗട്ട് വരാതിരിക്കാനാണ് ഞാൻ 2 PC-ലോട്ട് പിങ് ചെയ്ത് നോക്കിയത്. അതേപോലെ 10.0.1 പിങ് ആവുന്നുണ്ട്, 10.0.2 പിങ് ആവുന്നുണ്ട്. നമുക്ക് എന്ത് ചെയ്യാം, 10.0.2-നെ 40 എന്ന് പറയുന്ന PC ആയിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യരുത്. എന്ത് ചെയ്യുക, ആക്സസ് ലിസ്റ്റ് ക്രിയേറ്റ് ചെയ്യുക. ഡെസ്റ്റിനേഷൻ റൂട്ടർ ഇതല്ലേ, 40 ഇരിക്കുന്ന റൂട്ട് ഏതാണോ, 40 എന്ന് പറയുന്ന നെറ്റ്വർക്ക് ഇരിക്കുന്ന റൂട്ടർ ഏതാണോ അതാണ് ഡെസ്റ്റിനേഷൻ റൂട്ടർ അല്ലേ. അപ്പൊ അതിനകത്ത് കയറി കോൺഫിഗർ ടെർമിനലിൽ പോയി IP ആക്സസ് ലിസ്റ്റ് സ്റ്റാൻഡേർഡ്, എന്നിട്ട് എന്ത് കൊടുക്കണം, പേര് കൊടുക്കണം അല്ലെ. ആക്സസ് ലിസ്റ്റിന് ഒരു പേര് കൊടുക്കണം. ഞാൻ എന്താ പേര് കൊടുക്കണേ, ഡിനെ 10.0.1 അതാണ് പേര്. ഡിനെ 10.0.1. ഓക്കെ, എൻ്റർ കൊടുത്തു. ഡിനെ എന്ന് ടൈപ്പ് ചെയ്തു. ഏത് PC-നെയാ, PC-നെയാണ്. നമ്മൾ നേരത്തെ കഴിഞ്ഞ ലാബിൽ ചെയ്ത് നെറ്റ്വർക്കിനായിരുന്നു, ഇവിടെ ഹോസ്റ്റിനെയാണ്. എന്ന് വെച്ചാൽ ഹോസ്റ്റ് എന്ന് പറഞ്ഞാൽ PC 10.0.2. അപ്പൊ അത് മാത്രം കൊടുത്താൽ മതി. നിങ്ങൾ നെറ്റ്വർക്കിനെ ബ്ലോക്ക് ചെയ്യുമ്പോൾ എന്താ കൊടുത്തേ, ഡിനെ സ്പേസ് നെറ്റ്വർക്ക് സ്പേസ് വൈൽഡ് കാർഡ് മാസ്ക് കൊടുത്തേ. ഇവിടെ നമ്മൾ എന്താ ചെയ്യുന്നത്, ഇവിടെ നമ്മളൊരു PC-നെ മാത്രമല്ല ബ്ലോക്ക് ചെയ്യുന്നത്. അപ്പൊ നമുക്ക് അവിടെ എന്ത് കൊടുക്കേണ്ട ആവശ്യമില്ല, വൈൽഡ് കാർഡ് മാസ്ക് കൊടുക്കേണ്ട ആവശ്യമില്ല. ജസ്റ്റ് ഡിനെ ചെയ്യേണ്ട IP ഏതാണോ എൻ്റർ. പെർമിറ്റ് എനി, അതിന്റെ അർത്ഥം എന്താ, ബാക്കിയുള്ള എല്ലാരെയും പെർമിറ്റ് ചെയ്യണം. സേവ് ചെയ്തു. ഇനി അത് എടുത്ത് അപ്ലൈ ചെയ്യണം. ഇപ്പൊ ഞാൻ അപ്ലൈ ചെയ്യുന്നത് ഏതില, 40-ലോട്ടല്ലേ ബ്ലോക്ക് ചെയ്യേണ്ടത്. അപ്പൊ 40 ഇരിക്കുന്ന ഇന്റർഫേസ് ഏതാ, ജിഗാബിറ്റ് 0/1 അതിലെടുത്തിട്ടാണ് അപ്ലൈ ചെയ്യേണ്ടത്. നിങ്ങൾ ജിഗാബിറ്റ് 0/0 എന്ന് പറഞ്ഞ ഇന്റർഫേസ് ഏതാ നമ്മുടെ ലാബില്, 30-ലോട്ടുള്ളതാ. അതിൽ കയറി അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഈ 10-ന് 30-ലോട്ട് എന്ത് കിട്ടില്ല, കമ്മ്യൂണിക്കേഷൻ കിട്ടില്ല. 40-ൽ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ 10-ന് 40-ലോട്ട് അപ്ലൈ ചെയ്യാൻ പറ്റില്ല. ഇപ്പൊ നിങ്ങൾക്ക് 10 എന്ന് പറയുന്ന നെറ്റ്വർക്കിനെ 30-ലോട്ടും ബ്ലോക്ക് ചെയ്യണം, 40-ലോട്ടും ബ്ലോക്ക് ചെയ്യണം. അപ്പൊ ഞാനിപ്പോ ഒരു ഇതുണ്ടാക്കിയിട്ടുണ്ട്. 10 എന്ന് പറഞ്ഞ നെറ്റ്വർക്കിനല്ല, 10.0.2 എന്ന് പറയുന്ന ഹോസ്റ്റിന് 30 എന്ന് പറയുന്ന നെറ്റ്വർക്കിലോട്ടും കിട്ടാൻ പറ്റില്ല, 40-ലോട്ടും കിട്ടാൻ പറ്റില്ല. അപ്പൊ ഞാനിപ്പോ ഒരു ആക്സസ് ലിസ്റ്റ് ക്രിയേറ്റ് ചെയ്തു. 10.0.1 ബ്ലോക്ക് ചെയ്യണം. 1 ഞാൻ 2 ഉദ്ദേശിച്ചത് അല്ലെ, പേര് കുഴപ്പമില്ല. 10.0.0 ഇപ്പൊ ഞാനിവിടെ നിങ്ങൾക്ക് ഇനി കൺഫ്യൂഷൻ വരരുതേ, ഇവിടെ ഞാൻ അങ്ങനെ കൊടുത്തില്ല, ഡിനെ 10.0.1 പേര് എന്ത് വേണമെങ്കിലും കൊടുക്കാം. ശരിക്കും ഞാൻ ഉദ്ദേശിച്ചത് 10.0.2. അതിന്റെ കണ്ടീഷൻ നോക്കിയേ, 10.0.2-നെ ബ്ലോക്ക് ചെയ്യണമെന്നാ. പേര് നോക്കി 10.0.1 അത് കുഴപ്പമൊന്നുമില്ല. കണ്ടീഷന്റെ പേരാണ് മുകളിൽ കൊടുത്തിരിക്കുന്നത്. ഇതാണ് ആക്സസ് ലിസ്റ്റിന്റെ പേര്, ഇതാണ് കണ്ടീഷൻ. ഓക്കെ, അപ്പൊ ഈ ഒരു പേരിൽ ഇതാണ് പേര്. ഇത് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ആരെയാ ബ്ലോക്ക് ആവുക, 10.0.2 ആട്ടോ ബ്ലോക്ക് ആവുക. പേര് കൊടുത്ത് തെറ്റിപ്പോയതാണ്, നിങ്ങൾക്ക് കൺഫ്യൂഷൻ വരരുത്.
അപ്പൊ ഞാൻ അടുത്ത് അപ്ലൈ ചെയ്യാൻ പോവാണ്. കോൺഫിഗർ ടെർമിനൽ ഇന്റർഫേസ് ജിഗാബിറ്റ് 0/1 IP ആക്സസ് ഗ്രൂപ്പ്. എന്താണ് പേര് കൊടുത്തത്? ഡിനെ 10.0.01 ഔട്ട്. പുറത്തോട്ടുള്ള കണക്ഷൻ അല്ലേ, സേവ് ചെയ്തു. ഇനി ഇതിന് 10.0.2 ഇപ്പോ 40 കണക്ഷൻ കിട്ടില്ല. 40.0.2 കിട്ടുന്നില്ല. ഇനി നമുക്ക് 40.0.1 കിട്ടുന്നുണ്ടോ നോക്കാം. 1 കിട്ടില്ല. 30 കിട്ടും, കാരണം 30 ബ്ലോക്ക് ചെയ്തിട്ടില്ല, അതുകൊണ്ട് 30 കിട്ടും. 30 കിട്ടുന്നുണ്ട്. ഇനി നമുക്ക് 30.0.2 കിട്ടുന്നുണ്ടോ നോക്കാം. 30.0.2 കിട്ടുന്നുണ്ട്. ഇനി ഞാനേ 30.0.0 എന്ന് പറഞ്ഞ നെറ്റ്വർക്ക് ഇല്ലേ, ഇതേ ആക്സസ് ലിസ്റ്റ് ഞാൻ ഇതിലും കയറി അപ്ലൈ ചെയ്യാൻ പോവാണ്. അപ്പൊ നേരെ എന്ത് ചെയ്തു, കോൺഫിഗർ ടെർമിനലിൽ പോയി ഇന്റർഫേസ് ജിഗാബിറ്റ് 0/0 IP ആക്സസ് ഗ്രൂപ്പ് ഡിനെ 10.0.1 ഔട്ട്. സേവ് ചെയ്തു. ഇനി 10.0.2 30 എന്ത് കിട്ടില്ല, കണക്ഷൻ കിട്ടില്ല. കാരണം ഞാനൊരു ആക്സസ് ലിസ്റ്റ് ക്രിയേറ്റ് ചെയ്തു, അത് അപ്ലൈ ചെയ്തു കൊടുത്തു, 30 കിട്ടുന്നില്ല. അപ്പോൾ ഒരു ആക്സസ് ലിസ്റ്റ് ക്രിയേറ്റ് ചെയ്തിട്ട്, അപ്പൊ ആക്സസ് ലിസ്റ്റ് അവിടെ ക്രിയേറ്റ് ചെയ്തിടാം. അത് ഏത് ഇന്റർഫേസിനടുത്ത് അപ്ലൈ ചെയ്യുന്നോ ആ ഇന്റർഫേസിനാണ് അത് വർക്ക് ആവുക. ഇപ്പൊ ഞാൻ ആ ഒരു ആക്സസ് ലിസ്റ്റ് അല്ലേ ക്രിയേറ്റ് ചെയ്തിട്ടുള്ളൂ. 10.0.2 ബ്ലോക്ക് ചെയ്യണമെന്ന്. അത് 40 അപ്ലൈ ചെയ്തപ്പോ 40 കിട്ടാതായി, 40 കിട്ടാതായി. 30 അപ്ലൈ ചെയ്തപ്പോ 30 കിട്ടാതായി. ഇനി 30 അപ്ലൈ ചെയ്ത് റിമൂവ് ചെയ്യണം എന്ന് വിചാരിക്കുക. 30 നമ്മൾ അപ്ലൈ ചെയ്ത് വെച്ചിട്ടില്ലേ, അത് റിമൂവ് ചെയ്യണം. എന്താ ചെയ്യേണ്ടത്? കോൺഫിഗർ ടെർമിനൽ ഇന്റർഫേസ് ജിഗാബിറ്റ് 0/0 നോ IP ആക്സസ് ഗ്രൂപ്പ്. എന്തായിരുന്നു പേര് കൊടുത്തിരുന്നത്? ഡിനെ 10.0.1. സോറി, ഔട്ട് എന്നുള്ള കമന്റ് ഉണ്ട് അല്ലേ, ഔട്ട്. അത് കൊടുത്തിട്ടില്ല, ഔട്ട്. സേവ് ചെയ്തു. ഇപ്പൊ 30 നമ്മൾ അപ്ലൈ ചെയ്തത് റിമൂവ് ചെയ്തു. ഇനി ഇവർക്ക് 30 കമ്മ്യൂണിക്കേഷൻ കിട്ടും. 10.0.2 കിട്ടും. ഇനി 40 എടുത്ത് അപ്ലൈ ചെയ്തില്ലേ, 40 എടുത്ത് അപ്ലൈ ചെയ്തത് നമുക്ക് അവിടെ നിന്ന് കളയാം. കോൺഫിഗർ ടെർമിനൽ ഇന്റർഫേസ് ജിഗാബിറ്റ് 0/1 നോ IP ആക്സസ് ഗ്രൂപ്പ് ഡിനെ 10.0.1 ഔട്ട്. ഇപ്പൊ അവിടുന്ന് ആ ഇന്റർഫേസിൽ അപ്ലൈ ചെയ്തത് കളഞ്ഞു. ഇപ്പൊ 40 കണക്ഷൻ കിട്ടും. കിട്ടുന്നുണ്ട്. ഇനി ആവശ്യമുള്ളപ്പോൾ എടുത്ത് അപ്ലൈ ചെയ്താൽ മതി. ഇപ്പൊ നിങ്ങൾക്ക് 30 അപ്ലൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് 30 അപ്ലൈ ചെയ്യാം. 40 അപ്ലൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ 40 അപ്ലൈ ചെയ്യാം. ഓക്കെ. അപ്പൊ ഏത് ഇന്റർഫേസിലാണോ ചെയ്യേണ്ടത് ആ ഇന്റർഫേസിൽ എന്ത് ചെയ്താൽ മതി, അപ്ലൈ ചെയ്ത് കൊടുത്താൽ മതി. ഈ ഇവിടെ ഞാൻ ഷോ ആക്സസ് ലിസ്റ്റ് എടുത്ത് കാണിച്ചു തരാം. ഷോ IP ആക്സസ് ലിസ്റ്റ്. ഇതാ നമ്മൾ ഉണ്ടാക്കിയ ആക്സസ് ലിസ്റ്റ് കിടക്കുന്നു, അതിന്റെ പേര് കിടക്കുന്നു, ബ്ലോക്ക് ചെയ്യേണ്ടത് 10 എന്ന് കിടക്കുന്നു, 10.0.2 എന്ന് പറയുന്ന IP-നെയാണ്. ബാക്കിയുള്ളവരെ പെർമിറ്റ് ചെയ്യണം, അത് കളയണം. കോൺഫിഗർ ടെർമിനലിൽ പോവുക, നോ IP ആക്സസ് ലിസ്റ്റ്, പേര് കൊടുക്കുക. ഇതിനെ 10.0.1 സോറി, നോ IP ആക്സസ് ലിസ്റ്റ് സ്റ്റാൻഡേർഡ് ഡിനെ 10.0.1. ഇപ്പോൾ ആക്സസ് ലിസ്റ്റ് അടക്കം പോയി. ഇനി നമുക്ക് വേണമെങ്കിലേ ഇനി വേറൊരു ഇത് കാണിച്ചു തരാം. 10.0.1 20.0.1 30 കണക്ഷൻ കിട്ടരുത്. ഞാൻ തിരിച്ചു ചെയ്യാം. ഇവിടെ ഞാൻ 40.0.1 30.0.1 ഈ 10 എന്ന് പറയുന്ന നെറ്റ്വർക്കിലോട്ട് കണക്ഷൻ കിട്ടരുത്. നേരെ തിരിച്ച് എന്ന് വെച്ചാൽ 40.0.1 ഈ ഒരു ലാൻഡ് ഇരിക്കുന്നതും 30.0.1 ഈ ഒരു ലാൻഡ് ഇരിക്കുന്നതും, ഈ രണ്ട് പീസുകൾക്ക് ഏതൊക്കെ പീസുകളാ നമുക്ക് മാർക്ക് ചെയ്യാം. ഈ ഒരു പി സിക്കും ഏത് നെറ്റ്വർക്കിലോട്ട് കണക്ഷൻ കിട്ടരുത്?
20 10 ഇതിലോട്ടോ വേണമെങ്കിലും വെക്കാം. ഇപ്പോൾ 20 കണക്ഷൻ കിട്ടരുത്, ഇതിലോട്ട് കിട്ടരുത്, മാർക്ക് ചെയ്ത് കൊടുക്കാം, ഇതിലോട്ട് കിട്ടരുത്. ഈ 2 പീസുകൾക്ക് 20 കിട്ടരുത്. ഇപ്പം 2 പീസുകൾക്കും 20 കിട്ടും. 30.001 കിട്ടും, അതുപോലെ 40.001 20 എന്ത് കിട്ടുന്നുണ്ട്, കണക്ഷൻ കിട്ടുന്നുണ്ടാവും. ചെക്ക് ചെയ്ത് നോക്കാൻ വേണമെങ്കിൽ പിങ് സ്പേസ് 20.001 കിട്ടുന്നുണ്ട്. ഇതിൽ കിട്ടുന്നുണ്ടോ നോക്കാം. പിങ് സ്പേസ് 20.001 അതിലോട്ട് കിട്ടുന്നുണ്ട്. ആക്സസ് ക്രിയേറ്റ് ചെയ്യുക, ഡെസ്റ്റിനേഷൻ റൂട്ടറിൽ പോയി 2 പീസുകൾക്കാണ് അല്ലേ ബ്ലോക്ക് ചെയ്യേണ്ടത്, നെറ്റ്വർക്കിന് മൊത്തമായിട്ടല്ല. 2 പീസുകൾക്ക് മാത്രമേ കണക്ഷൻ കിട്ടാത്തുള്ളൂ. കോൺഫിഗർ ടെർമിനൽ ഇന്റർഫേസ് അല്ല, ആദ്യം ആക്സസ് ക്രിയേറ്റ് ചെയ്യണം. IP ആക്സസ് ലിസ്റ്റ് സ്റ്റാൻഡേർഡ് പേര് കൊടുക്കണം. ഡിനെ ഏതിനൊക്കെയാണ് 30.0. അപ്പൊ എന്തെങ്കിലും ഒരു പേര് കൊടുത്താൽ മതി കേട്ടോ. ഞാനിപ്പോ ഡിനെ ഹോസ്റ്റ് പേര് കൊടുത്തു. ഡിനെ ഹോസ്റ്റ് എന്തെങ്കിലും ഒരു പേര് കൊടുത്താൽ മതി. ഡിനെ ആരൊക്കെ ഡിനെ ചെയ്യണ്ടേ? ഒന്ന് 30.001 എൻ്റർ, ഡിനെ 40.001. ഇപ്പൊ 2 കണ്ടീഷൻ. ബാക്കി പെർമിറ്റ് എനി. ഇപ്പൊ ഈ ഒരു നമ്മുടെ സ്റ്റാൻഡേർഡ് ആക്സസ് ലിസ്റ്റ് ഇല്ലേ, അതിന്റെ പേരെന്താ? ഡിനെ ഹോസ്റ്റ്. ഡിനെ ഹോസ്റ്റിൽ 2 കണ്ടീഷൻ ഉള്ളത്. എന്താ? 30.001 40.001 ബ്ലോക്ക് ചെയ്യണം. സേവ് ചെയ്തു. ഇനി ആ ഏതിലോട്ടാ? ഇതിലോട്ടുള്ളതല്ലേ, 20 അപ്പൊ 20 ഇരിക്കുന്ന ഇന്റർഫേസിൽ കയറുക. 20 ഇന്റർഫേസ് ജിഗാബിറ്റ് 0/0 കോൺഫിഗർ ടെർമിനൽ ഇന്റർഫേസ് ജിഗാബിറ്റ് എതർനെറ്റ് 0/0 0/1 അല്ലെ, ഈ താഴത്തോട്ടുള്ളത് 0/1 അതിൽ കയറി. IP ആക്സസ് ഗ്രൂപ്പ് പേരെന്തായിരുന്നു കൊടുത്തത്? ഡിനെ ഹോസ്റ്റ്. ഔട്ട് പുറത്തോട്ടല്ലേ, ഔട്ട്. അവിടുന്ന് ആ റൂട്ടിൽ നിന്ന് താഴത്തോട്ടല്ലേ, ഔട്ടല്ലേ വരുന്നത്, അപ്പൊ ഔട്ട്. സേവ് ചെയ്തു, പിങ് ചെയ്ത് നോക്കാം. 20.001 കിട്ടിക്കൊണ്ടിരുന്നതാണ്. ഇപ്പൊ അൺറീച്ചബിൾ ആയി. ഇവിടെയോ ഇവിടെയും അൺറീച്ചബിൾ ആയി. ഇനി അത് റിമൂവ് ചെയ്യാൻ അറിയാലോ, ഇന്റർഫേസിന് മാത്രം കളയാം. ഇന്റർഫേസിന് കളഞ്ഞിട്ട് അതെടുത്ത് ഈ ഇന്റർഫേസിന് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഇവർക്ക് 2 പേർക്കും ഇങ്ങോട്ട് കിട്ടാതാവും. ഏത് ഇന്റർഫേസിൽ അപ്ലൈ ചെയ്യുന്നു എന്നുള്ളതാണ് കാര്യം. ആക്സസ് നമ്മൾ കോൺഫിഗർ ടെർമിനൽ അടിച്ച സ്പെല്ലിംഗ് എന്ത് ചെയ്തു? തെറ്റിപ്പോയി. കുറച്ചു നേരം ഇങ്ങനെ ഡിലേ വെയിറ്റ് ചെയ്യണം. ഇതിങ്ങനത്തെ ഒരു ലിസ്റ്റ് വരും, ട്രാൻസ്ലേറ്റിംഗ് എന്നൊക്കെ പറഞ്ഞിട്ട്. നേരെ കോൺഫിഗർ ടെർമിനലിൽ പോയി ഇന്റർഫേസ് ജിഗാബിറ്റ് 0/1 IP നോ IP ആക്സസ് ഗ്രൂപ്പ് പേരെന്തായിരുന്നു? ഡിനെ ഹോസ്റ്റ്. ഔട്ട് എൻ്റർ കൊടുത്തു, സേവ് ചെയ്തു. ഇപ്പൊ ആക്സസ് ലിസ്റ്റ് അവിടെ തന്നെ ഉണ്ട്, പക്ഷെ അപ്ലൈ ചെയ്ത് നമ്മൾ റിമൂവ് ചെയ്തു. ഇപ്പൊ കണക്ഷൻ കിട്ടുന്നുണ്ടാവും. ഇനി നമ്മളിപ്പോ ഇവിടെ അപ്ലൈ ചെയ്തില്ലേ, ഇവിടെ അപ്ലൈ ചെയ്യാം. ഇപ്പൊ ജിഗാബിറ്റ് 0/1 അപ്ലൈ ചെയ്ത് കൊടുത്തു. അത് റിമൂവ് ചെയ്യാതെ തന്നെ ജിഗാബിറ്റ് 0/0 അപ്ലൈ ചെയ്ത് കൊടുത്തു. അപ്പൊ ഇവർക്ക് 2 പേർക്കും ഇതിലോട്ട് കണക്ഷൻ കിട്ടില്ല, ഇതിലോട്ട് കണക്ഷൻ കിട്ടാതെ വരും. ഒരേ സമയത്ത് 2 ഇന്റർഫേസിന് അപ്ലൈ ചെയ്ത് കൊടുക്കാം, 2 3 എത്ര ഇന്റർഫേസിന് വേണമെങ്കിലും അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഇനി ആക്സസ് ലിസ്റ്റ് മൊത്തത്തിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ കളയാം. ഇപ്പൊ ഷോ IP ആക്സസ് ലിസ്റ്റ്. ഇതാണ് നമ്മുടെ ആക്സസ് ലിസ്റ്റ്, ഇതാണ് അല്ലേ. അത് കളയാൻ എന്ത് ചെയ്താൽ മതി? കോൺഫിഗർ ടെർമിനൽ ഇന്റർഫേസ് അല്ലല്ലോ അല്ലേ, നോ IP ആക്സസ് ലിസ്റ്റ് സ്റ്റാൻഡേർഡ് ഡിനെ ഹോസ്റ്റ് പേരതാണ്. അപ്പോൾ അതും പോയി. ഷോ IP ആക്സസ് ലിസ്റ്റ് അടിച്ചാൽ അപ്പം അതും എന്ത് ചെയ്യുന്നില്ല, കാണുന്നില്ല. അപ്പം ഇങ്ങനെ നമുക്ക് സിംഗിൾ പീസുകൾ ബ്ലോക്ക് ചെയ്യാം, ഒന്നിൽ കൂടുതൽ പീസുകൾ ബ്ലോക്ക് ചെയ്യാം. അതേപോലെ തന്നെ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ എൻ്റയർ നെറ്റ്വർക്കിനെ ചെയ്തു.
ഇനി നമുക്ക് വേറൊരു എക്സാമ്പിൾ പറയാം. ഇപ്പൊ 40-ന് 30-ലോട്ട് കണക്ഷൻ കിട്ടരുത്. ഇത് രണ്ടും ഒരു റൂട്ടറിലാണ് ഇരിക്കുന്നത്. അപ്പൊ ഇവിടെ തന്നെ നമ്മൾ ക്രിയേറ്റ് ചെയ്യണം, ഇതിൽ അപ്ലൈ ചെയ്യണം. 40 എന്ന് പറഞ്ഞ നെറ്റ്വർക്ക് 30-ആയിട്ട് കമ്മ്യൂണിക്കേഷൻ കിട്ടരുത്. ഇപ്പൊ നിലവിൽ കമ്മ്യൂണിക്കേഷൻ കിട്ടും. നമ്മൾ കോൺഫിഗർ ടെർമിനലിൽ പോവുക, IP ആക്സസ് ലിസ്റ്റ് സ്റ്റാൻഡേർഡ് പേര് കൊടുക്കുക, ബ്ലോക്ക് 40, ഡിനെ 40.0.0, വൈൽഡ് 0 പെർമിറ്റ് എനി. കണ്ടീഷൻ ഉണ്ടാക്കി. 40-ന് 30-ലോട്ട് കിട്ടരുത്. കണ്ടീഷൻ അതല്ലേ? 40-നെ ബ്ലോക്ക് ചെയ്യണം എന്നാണ് കണ്ടീഷൻ. ഇനി അത് അപ്ലൈ ചെയ്യണം. 30-ന് ഇന്റർഫേസ് കയറി അപ്ലൈ ചെയ്യാം. കോൺഫിഗർ ടെർമിനൽ ഇന്റർഫേസ് ജിഗാബിറ്റ് 0/0, IP ആക്സസ് ഗ്രൂപ്പ് പേരെന്തായിരുന്നു? ബ്ലോക്ക് 40.0.0. ഔട്ട്, പുറത്തോട്ട് കണക്ഷൻ അല്ലേ? ഔട്ട്. അപ്പോൾ 40-ന് 30-ലോട്ട് കണക്ഷൻ കിട്ടില്ല. പിങ് ചെയ്ത് നോക്കാം. പിങ് സ്പേസ് 30.0.1 ഡെസ്റ്റിനേഷൻ കോസ്റ്റ് അൺറീച്ചബിൾ. ഇനി 30-ന് 40-ലോട്ട് കിട്ടരുതെന്ന് വിചാരിക്കാം. അതിനും കണ്ടീഷൻ ക്രിയേറ്റ് ചെയ്യണ്ടേ? 30-ന് 40-ലോട്ട് കിട്ടരുത്. അപ്പോൾ കോൺഫിഗർ ടെർമിനൽ IP ആക്സസ് ലിസ്റ്റ് സ്റ്റാൻഡേർഡ് ബ്ലോക്ക് 30.0.0, ഡിനെ ഏതിനെയാ? 30-നെ 30.0.0.0 പെർമിറ്റ് എനി. അപ്ലൈ ചെയ്യേണ്ടത് ഏതിലാ? 40-ന് ഇന്റർഫേസ് കയറി അപ്ലൈ ചെയ്യാം. കോൺഫിഗർ ടെർമിനൽ ഇന്റർഫേസ് ജിഗാബിറ്റ് 0/1, IP ആക്സസ് ഗ്രൂപ്പ് പേരെന്തായിരുന്നു? ഡിനെ 30.0.0, ഔട്ട്. അപ്പോൾ 30-ന് 40-ലോട്ട് എന്ത് ചെയ്യില്ല? കണക്ഷൻ കിട്ടില്ല. പിങ് സ്പേസ് 40.0.1. ഓക്കെ, അപ്പോൾ കണക്ഷൻ കിട്ടില്ല. അത് ലോഡായി വരാൻ സമയം എടുക്കും. 30-ന് 40-ലോട്ടും കിട്ടില്ല. 40-ന് എന്ത് ചെയ്യില്ല? 30-ലോട്ടും കണക്ഷൻ കിട്ടില്ല. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ഞാനിവിടെ കണക്ഷൻ ടൈം ഔട്ട് അല്ലേ, ഇവിടെ ഞാൻ അപ്ലൈ ചെയ്ത് ഡിനെ എന്നല്ല പേര്. എന്തായിരുന്നു പേര്? ബ്ലോക്ക് എന്നാണ്. അപ്ലൈ ചെയ്ത് മാറിപ്പോയി. കോൺഫിഗർ ടെർമിനലിൽ പോവുക, ഇന്റർഫേസ് ജിഗാബിറ്റ് 0/1, നോ IP ആക്സസ് ഗ്രൂപ്പ്. അങ്ങനെ ഒരു ആക്സസ് ഗ്രൂപ്പ് ഇല്ല അല്ലേ? ഡിനെ 30.0.0 ഔട്ട്. അങ്ങനെ ഒരു ആക്സസ് ഗ്രൂപ്പ് ഇല്ല. കോൺഫിഗർ ടെർമിനൽ ഇന്റർഫേസ് ജിഗാബിറ്റ് 0/1, IP ആക്സസ് ഗ്രൂപ്പ് എന്തായിരുന്നു? ബ്ലോക്ക് എന്നാണ് പേര് അല്ലേ? ഡിനെ എന്നല്ല, ബ്ലോക്ക് 30.0.0 ഔട്ട്. കണക്ഷൻ കിട്ടുന്നുണ്ടോ നോക്കി നോക്കാം. ഡെസ്റ്റിനേഷൻ ഹോസ്റ്റ് അൺറീച്ചബിൾ. ഓക്കെ, നേരത്തെ ടൈം ഔട്ട് വന്നത് ഞാൻ തെറ്റായിട്ട് അടിച്ചുകൊണ്ടാണ്. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ആക്സസ് ലിസ്റ്റ് ക്രിയേറ്റ് ചെയ്യുക? ഇത് റിമൂവ് ചെയ്യാൻ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. റിമൂവ് ചെയ്യാൻ വേണമെങ്കിൽ ഇന്റർഫേസിന് റിമൂവ് ചെയ്യുക, മൊത്തത്തിൽ എന്ത് ചെയ്യുക? റിമൂവ് ചെയ്യുക. അപ്പോൾ ഈ ഒരു വീഡിയോയോട് കൂടിയിട്ട് നമ്മുടെ സ്റ്റാൻഡേർഡ് ആക്സസ് ലിസ്റ്റിന്റെ ക്ലാസ് തീരുകയാണ്. അപ്പോൾ നമ്മുടെ വീഡിയോ ചാനലിൽ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇതിന്റെ വീഡിയോകൾ, നമ്മുടെ സർവർ അഡ്മിനിസ്ട്രേഷൻ്റെ വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതുകൂടി ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക. നിങ്ങളുടെ ഫ്രണ്ട്സ് ആരെങ്കിലും CCNA പഠിക്കുന്നവരുണ്ടെങ്കിൽ നിങ്ങൾ ഈ ചാനൽ അവർക്കൊന്ന് സജസ്റ്റ് ചെയ്ത് കൊടുക്കുക. നമുക്ക് അടുത്ത വീഡിയോയിൽ പുതിയൊരു ടോപ്പിക്കുമായിട്ട് കാണാം.